സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം പരിഹരിക്കാൻ സർക്കാർ ആരോഗ്യ ധനകാര്യ സെക്രട്ടറിമാരുമായി ഇന്ന് ചർച്ച നടക്കും. സമരം തീർക്കാനുള്ള ശ്രമങ്ങൾക്കിടെ DME ഓഫീസിലേക്കുള്ള മാർച്ച് KGM-CTA മാറ്റി. അധിക ചുമതലകളിൽ നിന്നുള്ള കൂട്ടരാജിയും ഇന്ന് ഉണ്ടാകില്ല. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, സമരം നീണ്ടുപോകുന്നത് ഒത്തീർപ്പാക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന വിമർശനം സർക്കാരിന് നേരെ ശക്തമായി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പക്ഷേ 57 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയാണ് നൽകേണ്ടത്. അത് നൽകുക എന്നത് ഈ ഒരു സമയത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യമായതുകൊണ്ടാണ് പലതവണ ചർച്ചകൾ നീണ്ടിട്ടും അതിലൊരു പരിഹാരം കാണാൻ കഴിയാതെ പോയത്. മറ്റ് കാര്യങ്ങളിൽ ഈ KGM-CTA മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പെട്ടെന്നുള്ള സ്ഥലമാറ്റം, അതുപോലെ തന്നെ പുതിയ ഡോക്ടർമാരുടെ പുതുതായി ജോലിക്ക് കയറുന്ന ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 57 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രധാനപ്പെട്ട കാര്യത്തിലാണ് KGM-CTA പ്രതിഷേധം തുടരുന്നത്. എന്നാൽ ഇന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം അത് ഇന്ന് OP ബഹിഷ്കരണം അടക്കം 17ാം ദിവസം എത്തി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ ധനകാര്യ സെക്രട്ടറിമാർ ഇന്നൊരു ചർച്ച നടത്തുന്നത്. ഒരു ഇന്റേണൽ ചർച്ചയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആ ചർച്ച നടക്കുന്നതോടെ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് KGM-CTA. കൂടാതെ അതിന് മുന്നോടിയായി പ്രതിഷേധത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിരുന്ന DME ഓഫീസിലേക്കുള്ള മാർച്ചും അതുപോലെ തന്നെ അധിക ചുമതലകളുടെ കൂട്ടരാജിയും മാറ്റിയതായിട്ട് KGM-CTA അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ 57 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക എങ്ങനെ നൽകുമെന്ന പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ ഒരു ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും OP അക്കാദമിക് ബഹിഷ്കരണം, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളുടെ ബഹിഷ്കരണം എന്നിവ തുടരുകയാണ്. വലിയ രീതിയിൽ ജനങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയാണ് സാധാരണ ജനങ്ങൾ വളരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ അക്കാദമിക് ബഹിഷ്കരണം കൂടെ ഉള്ളത് കൊണ്ട് PG ഡോക്ടർമാരും വലിയ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹർഷൻ.